ഹായ് ഫ്രണ്ട്സ്, 13 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ ബൈ ഇലക്ഷനിൽ അഥവാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 11ഇടത്തും വലിയ ഭൂരിപക്ഷം ജയിച്ചു. BJPക്ക് ജയിക്കാനായത് കേവലം ഒരു സീറ്റിൽ മാത്രം, ഒരു സീറ്റിൽ സ്വതന്ത്രൻ. BJP ഏറ്റവും അധികം ഞെട്ടിച്ച റിസൾട്ട് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലേതാണ്. ഹൈന്ദവ സമുദായത്തിന്റെ പുണ്യഭൂമിയാണെന്ന് ഓർക്കണം. അവിടെ കോൺഗ്രസിലെ സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയെ മറുകണ്ഠം ചാടിച്ച് BJP സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ വെറും കന്യംഗക്കാരനായ ലഖ്പത് സിംഗ് ബൂട്ടോല. റിസൾട്ട് വന്നപ്പോൾ BJP 8 നേരെ പൊട്ടി. വെറും കന്യംഗക്കാരനായ ബൂട്ടോല ജയിച്ചു. ഇത് അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തില് BJPക്ക് ഉണ്ടായ കനത്ത തിരിച്ചടിക്ക് സമാനമാണ്. തീർച്ചയായും ഈ റിസൾട്ട് കോൺഗ്രസിന് വലിയ ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. കോൺഗ്രസിനെ വിട്ടുപേക്ഷിച്ച് മറുകണ്ഠം ചാടിയവർക്കൊക്കെ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള അവസരമാണ്. ഘർ വാപ്പസി ഇപ്പോൾ കോൺഗ്രസിന് തുടങ്ങാം. ഈ ബൈ ഇലക്ഷൻ നൽകുന്ന പാഠം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP മുദ്രാവാക്യം വെറും ദിവാസ്വപ്നം മാത്രം. ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: ഹിന്ദുത്വം പറഞ്ഞതുകൊണ്ടോ മതം പ്രചരിപ്പിച്ചതുകൊണ്ടോ മതസ്പർദ്ധ വളർത്തിയുകൊണ്ടോ ഒന്നും ഈ രാജ്യം കൂടെ നിൽക്കുകയില്ല. അതിലുപരി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരണമെന്നാണ്, മതരാഷ്ട്രമാകണമെന്നല്ല. എല്ലാറ്റിനും ഉപരി രാഹുൽ ഗാന്ധി എന്ന പക്വതയാർന്ന രാഷ്ട്രീയക്കാരനെ ജനം തിരിച്ചറിയുന്നു. ഒന്നും വേണ്ട, ലേറ്റസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ പല വിധത്തില് പല പ്രാവശ്യം സഭ്യേതരമായി അധിക്ഷേപിച്ച സ്മൃതി ഇറാനിയോട് ക്ഷമിക്കുവാനും അവർക്കെതിരെ മോശം പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പപ്പു എന്നും മറ്റും പറഞ്ഞ് കളിയാക്കിയവർക്കൊക്കെ ഇതൊരു നല്ല പാഠം തന്നെയാണ്. എന്താണെങ്കിലും കോൺഗ്രസിന് നല്ല ദിനങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ബൈ ഇലക്ഷൻ തെളിയിക്കുന്നത്.